ഹായ്, നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു ഓൺ വോയിസ് ഇടണമെന്ന് വിചാരിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ആരുമല്ലായിരിക്കാം ഈ മരണപ്പെട്ടു പോയ അദ്ദേഹം. ആ പെണ്ണിന് ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് ഷിഞ്ചിത എന്ന് പറയുന്ന പെണ്ണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ പുള്ളിക്കാരൻ അദ്ദേഹം നിൽക്കുന്നതിൻ്റെ സൈഡിലൂടെ പോയി, അതിൻ്റെ ഇടയ്ക്കൂടെ പോയി, ഗ്യാപ്പിലൂടെ പോയി, അങ്ങനെ ഒന്ന് തട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്നും കൊടുത്ത് വീഡിയോ എടുക്കുമായിരുന്നു. ഭയങ്കര അതിബുദ്ധിശാലിയാണ് ആ പെണ്ണ്. അപ്പോൾ അവളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് മരണത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുത്തത്. കാരണം നല്ലൊരു ലൈഫ്, നല്ലൊരു ജീവിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സമൂഹം വേറൊരു കണ്ണിൽ കാണുന്നൊരു സാഹചര്യം പബ്ലിക്കിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു അഭിമാനമുള്ള ആൾക്കും പെട്ടെന്ന് ചിന്ത വരുന്നത് അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രവും മാനസികമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ആളൊരു ഒരു എന്താ പറയുക, നിഷ്കളങ്കനാണെന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം എന്ന് വെച്ചാൽ ആള് അതിനെ ഫേസ് ചെയ്യാൻ നിന്നില്ല. ആളിന് സമൂഹത്തിലൊരു വിലയുണ്ടായിരുന്നു, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇതിനൊക്കെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കുടുംബനാഥനായതുകൊണ്ട് പുള്ളി ആ ഒരു കടുങ്കൈ അങ്ങ് ചെയ്തു. അവൾക്ക് വൈറലാവണമെന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ട് അവളിപ്പോൾ വൈറലാവുകയും ചെയ്തു. അവൾ ഒരുപാട് ആളുകൾ അറിയപ്പെട്ടു. എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ സ്ത്രീകളോടാണ്, അതേപോലെ പെണ്ണുങ്ങളോടാണ്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നിങ്ങൾ ആ സ്പോട്ടിൽ അതിനെതിരെ പ്രതികരിക്കാൻ നോക്കുക. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത ആളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശബ്ദം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആ ബസ്സിൽ തന്നെ ചിലപ്പോൾ 20 പേരോ ഉള്ളെങ്കിൽ ഒരു 2 പേരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കും. അതാണ് സമൂഹത്തിലെ നമുക്ക് നേടേണ്ട കാര്യം. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ നിങ്ങളെ ടച്ച് ചെയ്തതായിട്ട് നിങ്ങൾക്കൊരു ഫീല് ഷിഞ്ചിത മോൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മോളെ, നീ അത് ആദ്യം ചെയ്യേണ്ടത്, നീ ആ സമൂഹത്തിൽ എല്ലാവരെയും ഏറിലേക്കുന്ന ഈ വൈറലാവാനുള്ള ടിപ്സുമായിട്ട് അല്ല നീ കൈകാര്യം ചെയ്യേണ്ടത്. നീ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ആളുണ്ടെങ്കിൽ ആളോട് ഷെയർ ചെയ്യാൻ പറയുക, ആളോടൊന്ന് വാച്ച് ചെയ്യാൻ പറയുക. ആളൂടെ വാച്ച് ചെയ്തിട്ടും അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കുക ആണ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ കാണിക്കുന്ന അതിബുദ്ധി. ഞാൻ വേറൊരു 2-3 ഉദാഹരണങ്ങളൂടെ പറയാം. ഇപ്പോഴത്തെ ട്രെൻഡാണ്, സമൂഹത്തിൽ നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞിന് അച്ഛനാണ്, ഒരു ഭാര്യ വിധവയായി, അച്ഛനും അമ്മയും മകൻ നഷ്ടപ്പെട്ടു. ഇതൊന്നും നിങ്ങൾക്കാർക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങളല്ല. നിന്റെ കയ്യിലിരിപ്പ് കാരണം, നിന്റെ പെറക്കാഴിക കാരണം ആ കുടുംബത്തിനുണ്ടായ നഷ്ടമാണ്. വേൾഡ് മോളെ, നിന്നോടൊന്നും പറയാനില്ല. നിന്റെ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നീ ആളെ മനഃപൂർവ്വം ഏതൊക്കെയോ രീതിയിൽ നീ കുടുക്കിയതാണ്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിനക്ക് ബസ്സിൽ തട്ടാതെയും മുട്ടാതെയും പോകണമെങ്കിൽ നീ വണ്ടി സ്വന്തമായിട്ട് വിളിച്ചു പോകണം. അല്ലെങ്കിൽ ഈ 2 അടി 3 അടി ഗ്യാപ്പ് വരുന്ന ഈ വണ്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ ടച്ചൊക്കെ ചെയ്യും, ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നതാണ് ആളുകൾ. അതൊക്കെ എന്നപ്പോൾ നിനക്ക് ആ ഒരു രീതിയിൽ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിലെ ഏതൊക്കെ വീഡിയോ എടുത്തിടണം. ഇതൊക്കെയാണ് പൊതുസമൂഹത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിന്നെ ടച്ച് ചെയ്യാതെ, നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നിനക്ക് യാത്ര സുഖം വേണമെങ്കിൽ നീ ടാക്സി വിളിച്ചു പോകണം, അല്ലാതെ നീ ബസ്സിലല്ല കയറി പോകേണ്ടത്. ബുദ്ധിമുട്ടുണ്ട്, ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനോടുപരി നീ നിന്റെ ആള് തെറ്റ് ചെയ്തത് നീ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നീ അതിനെ വീഡിയോ എടുത്ത് ആൾ തെറ്റ് ചെയ്തതായിട്ടുള്ള രീതിയിൽ കാണിച്ചായിരുന്നെങ്കിൽ നിനക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ. നീ വൈറലാവാൻ വേണ്ടി ചെയ്ത വീഡിയോ മാത്രമാണ്. നിന്റെ ഫോട്ടോ ഇടാത്ത എന്താണെന്നറിയോ പൊന്നാര മോളെ? നീ ഉദ്ദേശിക്കുന്ന കാര്യം നിന്നെ ഒന്നെല്ലാവരും ജനങ്ങളെല്ലാം അറിയണം എന്നുള്ളൊരു ധാരണയിലാണ് നീ ചെയ്തത്. അങ്ങനെ നിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിന്നെ വൈറലാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വോയിസ് ഇടുന്നത് ജനങ്ങൾക്കറിയാം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ പൊന്നാരം മോളെ,
നീ പോയി നീ അഴിയെണ്ണവും ചെയ്യണം. നീ ജീവിതകാലത്ത് നിന്റെ വൈറൽ ടിപ്സുമായിട്ട് നീ ജീവിതത്തിൽ പുറത്തോട്ടിറങ്ങല്ലേ. നിന്നെ വെറുത്തു പോകും സമൂഹം. അത്രയ്ക്ക് നീച പ്രവൃത്തി ചെയ്ത് ഒരു വല്ലാത്ത സാധനം ജന്തുവാണ് നിഷിത ഡാഷ്മോളെ. നിന്നോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അപ്പോൾ പൊതുസമൂഹത്തിലെ പെൺകുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ഇനി ഈ ഒരു കാര്യവുമായിട്ട് ഏതൊരു കുട്ടി അങ്ങനെ ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു 10-15 മിനിറ്റത്തെ വീഡിയോ ക്ലിപ്പ് കാരണം സമൂഹത്തിൽ വിലപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവും. അതോട് ഉപരി ഒരു കുടുംബനാഥൻ ഇല്ലാതാവും, ഫാമിലി ഇല്ലാതാവും, അതൊക്കെ ഉണ്ടാവും. തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം. സപ്പോർട്ടുണ്ട്, ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരാളെ നിങ്ങൾ വൈറലാവാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടല്ലേ. ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ് എല്ലാവരും തന്നെ. ഞാനും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബസ്സിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും കണ്ടിട്ടില്ല അതിൻ്റെ അകത്ത്. ആളോട് ജസ്റ്റ് നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് അതൊരു പ്രശ്നമാക്കി തന്നിട്ടാണ് നീ വീഡിയോ എടുക്കുന്നത്. നിന്റെ ആഗ്രഹം നിനക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിനക്ക് വൈറലാവണം. അതിന് ആളെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ആളെ നീ പിടിച്ചു കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി നീ ചരിഞ്ഞും മലിഞ്ഞും ഒക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നു പെങ്ങളെ, നിന്നെയൊക്കെ ജനിപ്പിച്ചു വിട്ട നിന്റെ തന്തയും തള്ളയും പറഞ്ഞാൽ മതി. കാരണം കുടുംബത്തിൽ പിറന്നവളുമാർ ചെയ്യുന്ന പണിയല്ല നീ ചെയ്തത്. നിനക്ക് വൈറലാവണമെങ്കിൽ നീ മലപ്പുറം ജില്ലയല്ലേ, മലപ്പുറം ജില്ലയിൽ നിനക്ക് വൈറലാവണമെങ്കിൽ നിന്റെ പേരിൽ നല്ലൊരു അഡ്രസ്സ് നീ സ്റ്റാർട്ട് ചെയ്യേ. അപ്പോൾ നിനക്ക് നല്ല വൈറലാവും. എല്ലാ ജില്ലകളിലുമൊക്കെ അങ്ങനെയൊക്കെ പേര് വരുന്നുണ്ട്. നിഷിത എന്ന് പറഞ്ഞിട്ട് വേറൊരു അഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യേ. ആ അഡ്രസ്സിലൂടെ നിനക്ക് വൈറലാവാൻ പറ്റും. നീ ഒരു പെണ്ണല്ലേ, അല്ലാതെ നീ ഇങ്ങനെ ദ്രോഹിച്ചിട്ടാണോ വൈറലാവണ്ടേ? ഞാൻ ഈ വോയിസ് ഇടുന്നതിൽ കുറ്റബോധമുണ്ട്. പക്ഷേ ഒരു പെണ്ണിനോട് സംസാരിക്കേണ്ട രീതിയല്ല, അതിൻ്റെ ആ വിഷമം തീർത്താണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്, യാത്ര ചെയ്യുമ്പോൾ ആരും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോവാതിരിക്കുക. ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും. താങ്ക് യു.